ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കല ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ബാലനെ കാണാൻ ഗോവർദ്ധൻ വന്നു കേട്ടോ. അപ്പോൾ ഗോവർദ്ധൻ ബാലനോട് ചോദിക്കുമ്പോൾ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോയാൽ മതിയായിരുന്നെന്ന് പറയുക, അതായത് ജീവൻ പോയാൽ മതിയായിരുന്നെന്ന്. അപ്പോൾ അങ്ങനെയൊന്നും പറയല്ലേ ബാലേട്ടാ, എന്തെല്ലാം അനുഭവിച്ചിട്ടുള്ള ആളാ, ഇതിനേക്കാളൊക്കെ വലുത്. അന്നൊക്കെ എനിക്കൊരു വാശിയും ലക്ഷ്യമൊക്കെ ഉണ്ടായിരുന്നു എന്ന് ബാലൻ ഗോവർദ്ധനോട് പറയുക. പക്ഷേ എവിടെയെങ്കിലുമൊക്കെ എത്തണമെന്നുള്ളൊരു ചിന്തയിലൂടെ അന്ന് ഞാൻ കടന്നുപോയത്. ആ തീയൊക്കെ അണഞ്ഞു പോയിടോ എന്ന് ബാലൻ ഗോവർദ്ധനോട് പറയുക കേട്ടോ. അങ്ങനെ തൻ്റെ ഉള്ളിൽ പൊള്ളുന്നതായിട്ട് സംസാരിക്കുക. അപ്പോൾ ഇതൊക്കെ മാറും ബാലേട്ടാ, ബാലേട്ടൻ ധൈര്യമായിട്ടിരിക്കുക. അലീനെ വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ വിവരങ്ങളൊക്കെ അറിഞ്ഞതെന്നുള്ള കാര്യം പറയുവാണ്. അപ്പം തന്നെ ഇങ്ങോട്ട് പോരുകയും ചെയ്തു എന്ന് പറഞ്ഞു. പിന്നെ അത് ഞാൻ എന്നതാ ചെയ്യേണ്ടതെന്ന് ബാലേട്ടനൊന്ന് പറഞ്ഞാൽ മതി എന്നിങ്ങനെ ഗോവർദ്ധൻ പറയുമ്പോൾ എനിക്കറിയത്തില്ലടോ എന്ന് പറഞ്ഞു. അലീന പറഞ്ഞത് ഷോപ്പുകളൊന്നും തുറക്കണ്ടെന്നാ കുറച്ച് ദിവസത്തേക്ക് എന്ന് പറഞ്ഞപ്പോൾ വേണ്ട തുറക്കണ്ടെന്ന് പറഞ്ഞു. ബാലേട്ടനും അത് തന്നെയാണ് പറഞ്ഞത്. അവള് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നീ അതുപോലെ അങ്ങ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ കുറേ ദിവസം തുറക്കാതിരുന്ന ജോലിക്കാരോട് നമ്മൾ എന്നാ പറയും എന്ന് ഗോവർദ്ധൻ ചോദിച്ചു. അപ്പോൾ അവരോട് തൽക്കാലം ഒന്നും പറയണ്ട, അവർക്കതെല്ലാം മനസ്സിലായിക്കോളൂ എന്ന് പറഞ്ഞു. രോഹിത്തിനെ നമുക്ക് ജാമ്യത്തിൽ ഇറക്കണ്ടേ ബാലേട്ടാന്ന് ചോദിക്കുമ്പം വേണ്ടെന്നാണ് ഞാൻ ഇതുവരെ കരുതിയത്. പക്ഷേ ഞാൻ അച്ഛനായി പോയില്ലടോ, എൻ്റെ മകനായി പോയില്ലടോ എന്നൊക്കെ ഇങ്ങനെ ഗോവർദ്ധനോട് ബാലേട്ടൻ സങ്കടപ്പെട്ട് പറയുക കേട്ടോ. ഉപേക്ഷിച്ച് കളയാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. ഗോവർദ്ധൻ എന്ത് പറയണമെന്നറിയാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുക. താൻ നല്ലൊരു അഡ്വക്കേറ്റിനെ ചെന്ന് കണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാനൊക്കെ ഗോവർദ്ധനോട് പറയുക. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയി രോഹിത്തിനെ SI ഒന്ന് കാണണ്ടേ എന്ന് ഗോവർദ്ധൻ ബാലനോട് ചോദിക്കുമ്പം പോലീസിനെ കണ്ടിട്ടൊന്നും ഒരു ഗുണവും ഇല്ല എന്നും ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നും പറയുക. ആ രമേശ് നമ്പ്യാരും മിക്കവാറും കാണാനുള്ളതല്ലേ എന്നും ചോദിച്ചു. അപ്പോൾ ഇന്നെൻ്റെ മുന്നിലിട്ട അയാൾ അവൻ്റെ മുഖത്തടിച്ചതെന്നുള്ള കാര്യം പറയുക. പല തവണ അടിച്ചടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവർദ്ധനോട് ബാലേട്ടൻ എൻ്റെ സങ്കടങ്ങൾ ഓരോന്ന് പറയുന്നു. ശത്രുക്കളായിട്ടുള്ള പോലീസുകാർ പോലും അത് ചെയ്യത്തില്ല, അറിയോ തനിക്കെന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് നന്നായിട്ട് പൈസ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന് പറഞ്ഞു ഗോവർദ്ധനെ. അപ്പോൾ ലോക്കപ്പിലിട്ട് തല്ലാതിരിക്കാൻ വേണ്ടി 25,000 50,000 ഒക്കെ കൊടുക്കുന്ന ഒരു പതിവുണ്ടല്ലോ എന്നൊക്കെ ഗോവർദ്ധൻ പറഞ്ഞപ്പം അയാൾ തല്ലട്ടെടോ, തല്ലണം, 5 പൈസ കൊടുത്തേക്കരുതെന്നും ബാലൻ ഇങ്ങനെ ഗോവർദ്ധനോട് പറയുമ്പം ജാമ്യം കിട്ടാൻ സാധ്യതയില്ലല്ലേ എന്ന് ചോദിക്കുക ഗോവർദ്ധൻ. അപ്പോൾ ബാലൻ ഇതൊക്കെ കേട്ട് പാവം അവൻ്റെ ഭാവി തൊലഞ്ഞടോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുക. പുറത്തിറങ്ങിയിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ അത് പോയി എന്നും പറഞ്ഞു. അപ്പോൾ ബാലേട്ടൻ ഇങ്ങനെ നിരാശപ്പെടല്ലേ, നമുക്ക് അവനെ എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കാൻ പറ്റുമെന്ന് നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഗോവർദ്ധൻ ബാലേട്ടനോട് പറഞ്ഞു. പിന്നെ ഞാൻ ആദ്യം പോയി നല്ലൊരു വക്കീലിനെ കാണാമെന്ന് പറഞ്ഞു ഗോവർദ്ധൻ അവിടെ നിന്ന് അങ്ങ് ബാലനോട് യാത്ര പറഞ്ഞു പോകുക. അപ്പോൾ പോകുന്ന സമയത്ത് ഞാൻ ബാലേട്ടനെ വിളിക്കാമെന്ന് പറഞ്ഞപ്പം എൻ്റെ ഫോൺ എൻ്റെ കയ്യിലില്ല, അത് അലീനയുടെ കയ്യിലാണെന്ന് പറഞ്ഞു. അന്നേരം അതെന്താ ബാലേട്ടാ, അവൾ അത് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും, ചോദിച്ചാലും അവൾ തരത്തില്ല എന്നും പറഞ്ഞു. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം ചോദിക്കണമെങ്കിൽ ഞാൻ അലീനയെ വിളിച്ച് ചോദിച്ചാൽ മതിയെന്നും താൻ എന്ത് ചെയ്യുമ്പോഴും അവളോടൊന്ന് ചോദിച്ചേക്കാനും ബാലൻ ഇങ്ങനെ പറഞ്ഞു. അപ്പം ശരി ബാലേട്ടാ, ഞാൻ അങ്ങനെ ചെയ്തോളാം എന്ന് പറഞ്ഞു ഗോവർദ്ധൻ അവിടെ നിന്ന് പോയി. ബാലൻ തകർന്ന് തരിപ്പണമായി കണ്ണ് നിറഞ്ഞ് അവിടെ കിടക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് മനുവിൻ്റെ നമ്പറിലേക്ക് ശിവേട്ടൻ വിളിക്കുക. അപ്പോൾ മനു നീ ഇത് എവിടെയാണെന്ന് ചോദിച്ചു. നീ എവിടെ പോയതാണെന്ന് ചോദിച്ചു. ഞാനിവിടെ ഉണ്ട്. അപ്പോൾ നീ എങ്ങോട്ടും പോയില്ലേ? ഞാൻ എങ്ങോട്ട് പോകാനാച്ചാ? എടാ പോലീസ് സ്റ്റേഷനിൽ പോയി വിവരങ്ങൾ അന്വേഷിക്കണ്ടേ എന്ന് ചോദിച്ചു. അപ്പോൾ എന്തന്വേഷിക്കാൻ അച്ഛനത് പറയാൻ പറഞ്ഞു. എടാ അവനെ പോലീസ് തല്ലാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യണ്ടേ? അപ്പം ഞാൻ ചെന്ന് പോലീസിൻ്റെ കാല് പിടിക്കണോ? അയ്യോ എൻ്റെ അനിയനെ തല്ലല്ലേന്നും പറഞ്ഞ് അതാണ് ഞാൻ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. എടാ അവർക്ക് പൈസ വേണമെങ്കിൽ പൈസയോ കള്ളോ എന്നതാ വേണ്ടെന്ന് വെച്ചാൽ കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ ഞാനൊരു കാര്യം പറയാം, എന്നോട് ദേഷ്യം തോന്നിയാലും വേണ്ടില്ല, ഇല്ലെങ്കിലും വേണ്ടില്ല, പോലീസ് അവനെ പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ ക്യാമ്പിലോട്ട് അടിച്ച് പദം വരുത്തണം, ഇന്ന് രാത്രി മുഴുവൻ എടുത്തിട്ട് ഇടിക്കണം. ഇതൊക്കെ അച്ഛനോട് മകൻ പറയുന്നത് കേട്ടോണ്ട് കമല പുറകിൽ വന്നിങ്ങനെ നിൽക്കുക. അവനൊരു പാഠം പഠിക്കണ്ടേ? ഇല്ലെങ്കിൽ നാളെ വേറെ ഒരുത്തന്നെ നെഞ്ചത്തേക്ക് ആവില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ കമല നിന്ന് കരയുക കേട്ടോ. അപ്പോൾ എടാ കൂടപ്പറപ്പല്ലേടാന്ന് ചോദിച്ചു ശിവൻ. അവനൊരു തെറ്റ് ചെയ്തു പോയി, അതിന് നീ ഇങ്ങനെയൊക്കെയാണോ പറയേണ്ടതെന്ന് ചോദിക്കുമ്പം ഒരു തെറ്റോ അവൻ അലീനയോട് ചെയ്തത് എന്താണെന്ന് മനു അന്നേരം ചോദിക്കുക. കമല അവിടെ നിന്ന് കയ്യും കാലം വിറച്ചിങ്ങനെ നിൽക്കുക കേട്ടോ. ഇതുപോലെ മയക്കുമരുന്ന് കലർത്തി കൊടുത്ത് റേപ്പ് ചെയ്യാൻ നോക്കി. അവള് അന്ന് കയ്യിലൊരു കത്രിക എടുത്ത് ഉപയോഗിച്ചത് കൊണ്ട് കാര്യം നടന്നില്ല, ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് ചോദിച്ചു. അത് അറിഞ്ഞന്ന് പോലീസ് ഇടിക്കുന്നത് പോലെ ഇടിച്ചതാ ഞാൻ.
അവനെ. എന്നിട്ട് പഠിച്ചോ നാണം കെട്ടവനെന്നൊക്കെ മനു ചോദിക്കുമ്പോഴും കമല നിന്ന് ഇങ്ങനെ ടെൻഷൻ ആയിക്കൊണ്ടിരിക്കും കേട്ടോ. എടാ അവനെ എങ്ങനെയെങ്കിലും കേസിൽ നിന്ന് ഊരിയെടുക്കാൻ നോക്കടാന്ന് പറയുമ്പോൾ എന്നെ കിട്ടത്തില്ല അച്ഛൻ വേറെ ആളെ നോക്കാൻ പറഞ്ഞു. അപ്പോഴും കമല അവിടെ നിന്ന് ഇങ്ങനെ കൈയിട്ട് വിറപ്പിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ഞാൻ അവരുടെ വായിലിരിക്കുന്നത് കേൾക്കണോ? ആഹാ, നീയാണോ അവൻ്റെ ചേട്ടൻ? കൊള്ളാം, നീ എത്ര എണ്ണത്തിനെ പീഡിപ്പിച്ചിട്ടുണ്ട്? കുടുംബ പാരമ്പര്യം ആണോടാ? ഈ വക ചോദ്യങ്ങളൊക്കെ വരും. എനിക്ക് എന്തായാലും മനസ്സില്ല അത് കേൾക്കാനെന്നും മനു അച്ഛനോട് പറയണു. അപ്പം നടക്കില്ല എന്ന് കമലയ്ക്ക് മനസ്സിലായി. എടാ, എന്നാൽ നീ പോയി വക്കീലിനെ ചെന്ന് കണ്ട് അവനെ ജാമ്യത്തിലിറക്കാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യാവോ എന്ന് ചോദിച്ചു. അപ്പോൾ ജാമ്യവും കിട്ടത്തില്ല, ഒരു മണ്ണാങ്കട്ടയും കിട്ടത്തില്ല അച്ഛാ, ഇത് പോക്സോ കേസാണെന്ന കാര്യം പറഞ്ഞു. ഉയ്യോന്നും പറഞ്ഞ് നെഞ്ചത്ത് കൈയും വെച്ച് നിന്ന് കരയാ കമല. അച്ഛനൊരു രക്ഷയില്ല, അവിടെ ഇരുന്ന് അച്ഛനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. സബ് ജയിലിൽ പോയി കിടക്കണം. നാളത്തെ ന്യൂസ് പേപ്പറിൽ വെണ്ടയ്ക്ക് അക്ഷരത്തിൽ വരും. അവൻ്റെ പേര് മാത്രമല്ല, അച്ഛനമ്മമാരുടെ പേരും വീട്ടുപേരും എല്ലാം വരും. അപ്പോഴത്തേക്ക് അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിന്ന് കരയുവാണ് കമല. കൂട്ടത്തിലെ ഫോട്ടോയും കാണും ഫ്രണ്ട് പേജിലെന്ന കാര്യവും പറഞ്ഞു മനു. എടാ, എന്ന് വെച്ച് നമുക്ക് അവനെ ഉപേക്ഷിക്കാൻ പറ്റുമോടാന്ന് ചോദിക്കുമ്പം അച്ഛാ, നമുക്കിപ്പോൾ ഒന്നും ചെയ്യാനില്ല. പോലീസ് അവനെ കോടതിയിൽ ഹാജരാക്കും, കോടതി റിമാൻഡ് ചെയ്യും, അതിനൊരു സംശയം വേണ്ട, നമ്മൾ മിണ്ടാതിരിക്കുക, അത്ര ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞു മനു ശിവനോട് പറഞ്ഞു. പിന്നെ 1-2 മാസം കഴിയുമ്പോൾ ആളുകൾ അത് മറന്നു തുടങ്ങും. അപ്പം അച്ഛൻ വന്ന് മകന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക, അത്ര അങ്ങ് ചെയ്താൽ മതി എന്നൊക്കെ മനു പറയുക. രോഹിയുടെ കാര്യത്തിൽ കടപ്പാട്ടൂരുകാരെന്താടാ ഒന്നും ചെയ്യുന്നില്ലേന്ന് ചോദിക്കുമ്പോൾ ആര് ചെയ്യാനാ, എന്ത് ചെയ്യാനാ? അങ്കിള് മൈനർ അറ്റാക്ക് വന്ന് ഹോസ്പിറ്റലിൽ ICUയിൽ കിടക്കുക. അപ്പോൾ അതേ അന്തം വിട്ടിങ്ങനെ ഇരിക്കുക. 3 പെമ്പിള്ളേർ മാത്രമുള്ള വീട്ടിൽ അവരെന്നാ ചെയ്യും? അപ്പോൾ ഞാൻ ഗംഗേട്ടനെ ഒന്ന് വിളിക്കട്ടെ. മൂപ്പര് ലെഫ്റ്റനന്റ് കേണലൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ ചിലപ്പോൾ പുള്ളിയുടെ സ്വാധീനം വെച്ച് എന്തെങ്കിലും. അന്നേരം എൻ്റെ പൊന്നച്ച വെളിച്ചനോടൊന്നും പറയാൻ നിൽക്കല, നാണക്കേടാണെന്ന് മനു പറയാം. ഇതുപോലെ നാറിയ കേസിൽ വെളിച്ചം വന്ന് തലയിടും, ഒരിക്കലും ചെയ്യില്ല. പിന്നെ കൊച്ചച്ചനോട് പറ, പുള്ളിക്കാരനാണെങ്കിൽ ഏത് ചീഞ്ഞ കേസും പിടിച്ചോളും. അപ്പോൾ ഞാൻ കട്ട് ചെയ്യാം ശരിയെന്നും പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തിട്ട് മനു ഭയങ്കര കലിപ്പിൽ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ മനു മുകളിലോട്ട് കയറിപ്പോൾ ഇപ്പോൾ കൊള്ളാടാ, എന്നതാണേലും ഇങ്ങനെയാണോടാ സ്വന്തം രക്തത്തോട് ചെയ്യുന്നതെന്ന് കമല വന്ന് മനുവിനോട് ചോദിക്കുമ്പോൾ മനു അങ്ങ് ഇറങ്ങിച്ചെന്നു. കിട്ടിയതൊന്നും കമലയ്ക്ക് പോരാ. ചെന്നങ്ങ് നിന്നിട്ട് സ്വന്തം രക്തത്തോട് ചെയ്യുന്നത് എന്താണെന്ന് അമ്മയോട് ഞാൻ കാണിച്ചു തന്നല്ലായിരുന്നു അലീനയുടെ കേസിൽ എന്നും പറഞ്ഞുകൊണ്ട് അന്നേരം വരുന്നു. ഇപ്പം കുലീന എന്നും പറഞ്ഞ് നിൽക്കുക. അവളാണല്ലോ ഇതെല്ലാം ഉണ്ടാക്കി വെച്ചതെന്ന് പറയുമ്പം അവൾ എന്നാ ഉണ്ടാക്കിയെന്ന് ചോദിച്ചു മനു. അവൾ ആ വീട്ടിൽ വന്ന് കയറി അന്ന് മുതൽ ആ വീടിനും ഈ വീടിനും ശാപമാണെന്ന് കമല മനുവിനോട് പറഞ്ഞു. മകൻ പ്രേമിച്ച പെണ്ണിനെ വിളിച്ചുകൊണ്ട് പോയി കൂട്ടുകാർക്ക് കാഴ്ച വെച്ചത് അലീന കാരണം അല്ലേ? അത് രോഹി പ്രേമിച്ച പെണ്ണാണെന്നും ഹരി പ്രേമിച്ചതല്ലാന്നും പറഞ്ഞുകൊണ്ട് കമല പറയുക. രോഹിയ ഹരിയെ കൂടെ ചീത്തയാക്കിയത് അലീനയോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ടെന്നൊക്കെ പറയുമ്പം അമ്മയുടെ തലയ്ക്കകത്ത് ശരിക്കും എന്നതാന്ന് ചോദിച്ചു. പാഷാണമാണോ അതോ സ്വയനോടാണോ എന്നതാ? എന്തുമാതിരി വിഷം എൻ്റെ പൊന്നോ, ഞാൻ സമ്മതിച്ച് തന്നിരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് മനു അവിടെ നിന്ന് കയറിപ്പോയി. കമല ഇങ്ങനെ നിൽക്കുവാണ്. ഇത് കഴിഞ്ഞ് പിന്നെ അലീന രോഹിയുടെ മുറി തപ്പുകട്ടോ. മുറിയിൽ എന്തെല്ലാം ഉണ്ടോ എല്ലാം തപ്പി പെറുക്കി എടുക്കുക. അതിൽ നിന്ന് എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടാൻ കഴിയുമെന്ന് അറിയാൻ വേണ്ടി എല്ലാം അരിച്ച് പറക്കി നോക്കിയപ്പോൾ ഒരു CD യും അതുപോലെ ഒരു പെൻഡ്രൈവും കിട്ടി. അത് രണ്ടും ഇങ്ങനെ എടുത്ത് എല്ലാം കയ്യിൽ ഇതാക്കി പിന്നെ ബുക്കുകളെല്ലാം എടുത്ത് നോക്കി. അങ്ങനെ എല്ലാം തപ്പിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഗോവർദ്ധൻ വീട്ടിലോട്ട് ചെല്ലുന്നത്. അപ്പോൾ അലീന ഇവിടെ മുറിയിൽ തപ്പിക്കൊണ്ടിരിക്കുക. തപ്പി അലീനയ്ക്ക് എന്തൊക്കെയോ ഇതൊക്കെ കിട്ടി. അലീന ഇങ്ങനെ നിൽക്കുന്ന ഈ ഒരു സമയത്ത് ഗോവർദ്ധൻ വന്ന് കോളിംഗ് ബെല്ല് അടിച്ചു. അപ്പോഴത്തേക്കും ബബിത ഇറങ്ങി വരിക. ബബിത ഇറങ്ങി വന്നപ്പോൾ ഗോവർദ്ധൻ അങ്കിളെ എന്നും പറഞ്ഞുകൊണ്ട് വലിയതായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ഗോവർദ്ധൻ അകത്തേക്ക് കയറി ചെന്നപ്പോൾ കൃഷ്ണ അങ്ങോട്ടേക്ക് വന്നു. അങ്കിളെ അച്ഛൻ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. ഇപ്പം കുഴപ്പമൊന്നുമില്ല, 1-2 ദിവസം കൂടി ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരുമെന്ന കാര്യം പറയുക. അപ്പോൾ രോഹിയേട്ടൻ്റെ വിവരം വല്ലതും അറിഞ്ഞോന്ന് ചോദിക്കുമ്പോൾ പറയാം, അലീന എന്തെന്ന് ചോദിച്ചു. അപ്പോൾ മുകളിലുണ്ടെന്നാണ് തോന്നണേന്ന് പറഞ്ഞു കൃഷ്ണ. എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ ബബിതയ്ക്ക് അതങ്ങ് പഠിച്ചില്ല. ബബിത ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അതേ ഗോവർദ്ധനങ്ങൾ മുകളിലോട്ട് കയറി പോകാൻ നോക്കുമ്പോൾ എന്തിനാ അലീനയെ കാണുന്നേ എന്ന് ചോദിച്ചു ബബിത. അപ്പോൾ ഗോവർദ്ധൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നു. നമ്മളിങ്ങനെ നോക്കുക കേട്ടോ. ചില കാര്യങ്ങൾ ബാലേട്ടൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്, അതെന്നാ അവളോട് മാത്രം ഞങ്ങളെന്താ അച്ഛൻ്റെ മക്കളല്ലേ എന്ന് ബബിത ചോദിക്കുന്നു. അപ്പോൾ അത് കേട്ടപ്പോൾ എന്നും പറഞ്ഞുകൊണ്ട് ഗോവർദ്ധൻ മുകളിലോട്ട് കയറിപ്പോയി. അപ്പോൾ ഗോവർദ്ധൻ മുകളിലോട്ട് കയറിപ്പോയ സമയത്ത് ബബിതയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ നിൽക്കുക. അലീനയാണെങ്കിൽ ഫോണും തപ്പിയെടുത്തു. ഒരു ഫോണും കിട്ടി അലീനയ്ക്ക്. അലീന അങ്ങനെ അവിടെ നിന്നുള്ള കുറേ തപ്പിയെടുത്ത് ഇങ്ങനെ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അലീന എന്ന് പറഞ്ഞ് ഗോവർദ്ധൻ മുകളിലോട്ട് കയറി ചെന്നു. ഗോവർദ്ധൻ മുകളിലോട്ട് കയറി ചെന്നപ്പം അങ്കിൾ എപ്പോഴാണ് വന്നതെന്ന് ചോദിച്ചു. ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അച്ഛൻ്റെ അടുത്ത് പോയായിരുന്നോ? ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് നേരെ ഇങ്ങോട്ട് പോകുന്നത്. ബാലേട്ടന് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ രോഹിത്തിനെ കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല,
പോലീസ് സ്റ്റേഷനിലില്ല, അവർ ഏതോ ക്യാമ്പിലേക്ക് മാറ്റിയിരിക്കുകയാണെന്നും പോലീസ് സ്റ്റേഷൻ നാട്ടുകാർ മൊത്തം പ്രശ്നമായിരുന്നു, കല്ലേറും ബഹളവും ഒക്കെ ആയിരുന്നു എന്നുള്ള കാര്യം ഗോവർദ്ധൻ പറയുക. അപ്പോൾ സുനന്ദ ചേച്ചിയുടെ ഹസ്ബൻഡ് ASI അല്ലേ, ഒന്ന് ബന്ധപ്പെടാൻ പറ്റത്തില്ല എന്നൊക്കെ ചോദിച്ചപ്പോൾ ആളെ കിട്ടണ്ടേ, ഫോൺ ചെയ്തിട്ട് എടുക്കുന്നത് പോലും ഇല്ല എന്നുള്ള കാര്യവും ഗോവർദ്ധൻ പറയുക. ഇനിയിപ്പോൾ എന്താ അങ്ങളെ നമ്മൾ ചെയ്യേണ്ടതെന്ന് അലീന ചോദിച്ചപ്പം നമ്മളിപ്പോഴേ എന്നാ ചെയ്യാനാ, ചില്ലറ കേസൊന്നും അല്ലല്ലോ ഇത്, ഭയങ്കര പ്രശ്നമാണെന്നും കട എന്തായാലും അടച്ചിട്ടത് നന്നായി, നാട്ടുകാർ കലിമൂത്ത് വന്ന് 3 കടയ്ക്കും കല്ലേറ് നടത്തിയെന്നൊക്കെ ഗോവർദ്ധൻ പറയുക. പോലീസ് എത്തി ലാത്തി വീശി അവരെയൊക്കെ ഓടിച്ചതെന്ന കാര്യവും ഗോവർദ്ധൻ പറഞ്ഞു. അപ്പോൾ കട തുറക്കണ്ടെന്ന് പറഞ്ഞത് നന്നായില്ലേ എന്ന് അലീന ചോദിച്ചപ്പോൾ ഗോവർദ്ധനെങ്കിലും സൂക്ഷിക്കണം കേട്ടോ, അവരുടെ കൺമുന്നിൽ ഒന്നും ചെന്ന് പെട്ടേക്കരുത് കേട്ടോ എന്നൊക്കെ ഇങ്ങനെ അലീന ഗോവർദ്ധനോട് പറയുമ്പം എനിക്കതറിയാൻ മോളേന്ന് പറഞ്ഞു. അല്ല ഇതെന്താ കയ്യിലിരിക്കുന്നതെന്ന് ഇങ്ങനെ ചോദിച്ചപ്പം അലീന അത് ചില പെൻഡ്രൈവുകളും മെമ്മറി കാർഡും ഒരു പഴയ ഫോണും ഒക്കെയാണ് കിട്ടിയത്, ഇതിലൊക്കെ എന്തൊക്കെ ഉണ്ടെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, എന്തായാലും പോലീസ് വന്ന് തെരച്ചിൽ നടത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ്, അവരുടെ കയ്യിൽ പെടണ്ടല്ലോ എന്ന് കരുതി മാറ്റിയതാണെന്ന് പറയുമ്പം ഇതിലൊക്കെ എന്നതാ ഉള്ളതെന്ന് ചോദിച്ചു ഗോവർദ്ധൻ. അപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ, ഞാനൊരു മുൻകരുതൽ എടുത്തതേ ഉള്ളൂ എന്ന് പറയുമ്പം സംഭവം നിസ്സാരമല്ല കേട്ടോ, വലിയ പ്രശ്നമായിരിക്കുകയാണെന്ന് ഗോവർദ്ധൻ അലീനോട് പറഞ്ഞു. കോട്ടയത്ത് നിന്ന് SP ഒക്കെ വന്ന് ഇവിടെ വന്ന് ക്യാമ്പ് ചെയ്തിരിക്കുകയാണെന്നും രോഹി ഒന്ന് കാണാൻ പോലും പറ്റത്തില്ല എന്നും പറഞ്ഞു. 4 പേരെയും ഏതോ രഹസ്യ കേന്ദ്രത്തിലേക്കൊക്കെയാണ് മാറ്റിയിരിക്കുന്നത്, ചെറിയ കാര്യം വല്ലതുമാണോ ചെയ്തിരിക്കുന്നത്? 4 പേരും കൂടെ ചേർന്ന് ഒരു പെങ്കൊച്ചിനെ അതിന് പ്രായപൂർത്തി ആയില്ല എന്നും പറഞ്ഞും കേൾക്കുന്നുണ്ട്, എങ്കിൽ പോക്സോ കേസും കൂടെ വരും, പിന്നെ ജാമ്യം പോലും കിട്ടത്തില്ല എന്നും പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പം ആ പെൺകുട്ടിയുടെ കാര്യം വല്ലതും അറിഞ്ഞോ എന്ന് അലീന ചോദിച്ചു. അതിനെ ഹോസ്പിറ്റലിലാക്കി, അപ്പോൾ താലൂക്ക് ആശുപത്രിയിലുണ്ടെന്നും അവിടെ പോലീസിൻ്റെ കാവലാണെന്നും പറഞ്ഞു. ഈച്ച പൊതിയുന്നത് പോലെയല്ലേ പത്രക്കാരും ചാനലുകാരും യൂട്യൂബേഴ്സൊക്കെ പൊതിയുന്നതെന്ന കാര്യവും ഗോവർദ്ധൻ ഇങ്ങനെ അലീനോട് പറഞ്ഞു. പോലീസ് പക്ഷേ ആരെയും അടുപ്പിക്കുന്നില്ല കേട്ടോ എന്നും പറഞ്ഞു. ആ പെൺകുട്ടിയുടെ പേരെന്താന്ന് ചോദിച്ചു. അപ്പം ശരണ്യ എന്നാ പറഞ്ഞ്, ഒരു പാവപ്പെട്ട വീട്ടിലെ കൊച്ചാണെന്നേ, കോളനിയിലാണ് താമസമൊക്കെ, പിന്നെ കൊല്ലപ്പള്ളിയിലെ ഹരി എന്തൊക്കെയോ നുണ പറഞ്ഞ് വളച്ചെടുത്തുകൊണ്ട് പോയതാണെന്ന കാര്യവും ഗോവർദ്ധൻ പറഞ്ഞു. അപ്പം മേലുകവമറ്റത്തുള്ള ആൾതാമസം ഇല്ലാത്തൊരു വീട്ടിൽ കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞപ്പം മയക്കുമരുന്ന് കുടിപ്പിച്ച് കാണും അവനെന്ന് പറഞ്ഞു. അപ്പം അത് തന്നെയാണ് നടന്നത്, അലീന എങ്ങനെ അറിഞ്ഞു എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു ഗോവർദ്ധൻ അലീനയോട്. കൊല്ലപ്പള്ളി ഹരിയല്ലേ അവരുടെ ലീഡർ, അപ്പം പിന്നെ അവൻ അങ്ങനെ ചെയ്യുന്നവനാണെന്ന് അലീന പറയാം. എൻ്റെ അടുത്തും ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് അലീന ഗോവർദ്ധനോട് പറയുമ്പോൾ ഗോവർദ്ധൻ ഞെട്ടി അലീന പറഞ്ഞത് കേട്ടിട്ടെ. അപ്പോൾ അലീനയ്ക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനായി. അലീനയ്ക്ക് എന്ത് കൊള്ളരുതാത്തവൻ അവൻ, ഞാൻ പല തവണ രോഹിത്തിന് മുന്നറിയിപ്പ് കൊടുത്തതാ, ഹരിയുടെ കൂടെ കൂടരുത്, അവൻ ചീത്തയാണെന്ന്, കൂടെയുള്ളവരെയും അവൻ ചീത്തയാക്കുമെന്ന്. നിന്നെ അവൻ ജയിലിൽ എത്തിക്കുന്ന പോലും ഞാൻ പറഞ്ഞതാ, പക്ഷെ അന്ന് അതൊന്നും അവൻ കേട്ടില്ല. ആര് കേൾക്കാനാ, ഇപ്പം കണ്ടില്ലേ അനുഭവിക്കുന്നത്, ആരുണ്ട് അവനെ രക്ഷിക്കാനെന്നൊക്കെ അലീന ചോദിക്കുമ്പം ഇപ്പോഴിവിടെ ആർക്കും കേസിൻ്റെ ഗൗരവം പിടികിട്ടിയിട്ടില്ല എന്ന് ഗോവർദ്ധന നേരെ അലീനയോട് പറയണം. നമ്മളെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടോ അങ്കിളെ? അപ്പോൾ പീഡന കേസല്ലേ, ഒരു മെമ്പറിൻ്റെ അടുത്ത് പോലും നമുക്കിത് ചെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇനി നോക്കിക്കോ, എല്ലാ പാർട്ടികളും ആ പെങ്കൊച്ചിൻ്റെ കൂടെയാണ്, അവൾക്കൊപ്പം നിൽക്കുള്ളൂ എന്ന കാര്യവും പറയുക. അത് അങ്ങനെ തന്നെയല്ലേ വേണ്ടതെന്ന് അലീന പറയുന്നു. അപ്പോൾ ഇനി നമ്മുടെ ഹെൽപ്പിന് ഒരു പട്ടിക്കുറുക്കനെ പോലും കിട്ടത്തില്ല, ഇനി വക്കീൽ മാത്രമേ ഉള്ളൂ ശരണം എന്ന് അലീന പറയുമ്പോൾ അങ്കിള് വക്കീലിനെ കണ്ട് സംസാരിച്ചില്ലേന്ന് ചോദിച്ചു. ജാമ്യം കിട്ടത്തില്ലെന്ന് വക്കീൽ തീർത്തു പറഞ്ഞു. പിന്നെ 15 ദിവസത്തെ റിമാൻഡ് എന്തായാലും ഉറപ്പാണെന്നും പറഞ്ഞു. നല്ല ഇടി കൊടുത്തിട്ടുണ്ട് 4 എണ്ണത്തിനിട്ടെന്നും പറഞ്ഞു. ബാലേട്ടനെ മുന്നിൽ വെച്ച് തന്നെ രോഹിത്തിനെ പോലീസ് ഊടുപാട് തല്ലിയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും നമ്മുടെ അലീനയ്ക്ക് പേടിയായി. എങ്ങനെയെങ്കിലും ASI അങ്കിളിനെ കണ്ട് ശരിക്കും എന്താ സംഭവിച്ചതെന്ന് അറിയാനൊന്ന് ശ്രമിക്കണം അങ്കിളെന്ന് പറയുമ്പം ഇനി അറിയാൻ എന്നതാ ഉള്ളത് അലീന, ഇനി അറിയാനായിട്ട് ഒന്നുമില്ല. ആൾതാമസം ഇല്ലാത്ത വീട്, മയക്കുമരുന്ന് കുടിപ്പിച്ച പെണ്ണ്, കള്ളും കുടിച്ച് എന്ത് പോക്രത്തരവും കാണിക്കാൻ തയ്യാറായി നിൽക്കുന്ന 4 ചെറുപ്പക്കാര്, എന്നതാ സംഭവിച്ചതെന്നുള്ളത് നാളെ പത്രത്തിൽ വായിക്കാവുന്ന കാര്യം ഗോവർദ്ധൻ പറയുക. പോലീസിൻ്റെ അടുത്ത് അടുക്കാൻ കൂടി വയ്യ, പ്രതികളുമായി ബന്ധപ്പെട്ട ആരെങ്കിലും കണ്ട അവർ പിടിച്ച് ലോക്കപ്പിൽ ഇടുന്ന കാര്യവും ഗോവർദ്ധൻ അലീനയോട് പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ അലീനയ്ക്ക് മൊത്തത്തിൽ പേടി. ചുമ്മാ ചോദ്യം ചെയ്യാലോ, എല്ലാവരും അങ്ങ് ആഘോഷിക്കും ഈ ഒരു സംഭവം, സകലരും ആഘോഷിക്കും, അതിനൊരു സംശയം വേണ്ടാന്ന് ഗോവർദ്ധൻ പറയുക. ആ ചെറുക്കൻ്റെ ഭാവി പോയി, ഇവിടുത്തെ പെമ്പിള്ളേരുടെ കാര്യം അത് കഷ്ടത്തിലുമായി. സ്കൂളിലോ കോളേജിലോ ഒക്കെ പോകാൻ പറ്റുമോ നിങ്ങൾക്കെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഗോവർദ്ധൻ ഇങ്ങനെ അലീനയോട് പറയുമ്പോൾ അലീനയ്ക്ക് ടെൻഷൻ ഇരട്ടിക്കുക. പക്ഷെ എന്ത് ചെയ്യും അങ്കിളെ എന്നും ചോദിച്ചുകൊണ്ട് ആകെ വല്ലാണ്ടാകുമ്പോൾ ഇതൊക്കെ കുറച്ച് നേരത്തെ ആലോചിക്കണമായിരുന്നു, അങ്ങനെ ഞാൻ പറയത്തുള്ളൂ എന്ന് ഗോവർദ്ധൻ പറയാം. അഴിച്ചു വിട്ടേക്കല്ലായിരുന്നോ ഓരോന്നിനെയും എന്നും പറഞ്ഞു ഗോവർദ്ധൻ ഇങ്ങനെ പറയുമ്പോൾ അലീന അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെയൊന്നും പോയി പറഞ്ഞേക്കല്ലേ അല്ലേ അങ്കിളെ, ഇപ്പം തന്നെ
മനസ്സ് തകർന്നിരിക്കുകയാണെന്ന കാര്യമൊക്കെ അലീന ഗോവർദ്ധനോട് പറഞ്ഞു. പിന്നെ എല്ലാം ശരിയാക്കാം, വക്കീൽ ജാമ്യത്തിലിറക്കും, വലിയ പ്രശ്നമൊന്നും ഇല്ല, പിന്നെ ഇങ്ങനെയൊക്കെ അച്ഛൻ്റെ അടുത്ത് പറയാവുള്ള കേട്ടോ എന്നൊക്കെ പറയുമ്പം ഞാൻ ഇനിയിപ്പോൾ എന്നൊക്കെ പറഞ്ഞാലും ശരി, നാളത്തെ പത്രം വായിക്കുമ്പോൾ എല്ലാം തീരില്ലേന്നും ചോദിച്ചുകൊണ്ട് ഗോവർദ്ധൻ അലീനയോട് പറയുന്നു. പ്രതികൾ 4 പേരുടെയും പടം 1-ാം പേജിൽ തന്നെ അടിച്ചു വരില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഗോവർദ്ധൻ ഇങ്ങനെ അലീനയോട് പറയുന്നത് കേട്ട് അലീന സ്തംഭിച്ച് ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണില്ലേ? എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. എല്ലാവർക്കും ടാറ്റാ.